പ്രൈസ് ദ ലോർഡ്. ഇന്നൊരു ദിവസക്കാലം കൂടി ഒരുക്കി തന്ന ഈശോയ്ക്ക് നന്ദിയും മഹത്വവും. കർത്താവിൻ്റെ തിരുവചനം ഒരു ദിവസം കൂടി എനിക്ക് പറയാനുള്ള കൃപ കർത്താവ് എനിക്ക് ഒരുക്കി തന്നതിന് ഈ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിൻ്റെ വചനം അനേകരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുവാനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഈ തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമാക്കി തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനം സങ്കീർത്തനം 42 അധ്യായം 11 തിരുവചനം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശകയും രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. നമ്മൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? കർത്താവിൻ്റെ തിരുവചനം പറയുന്നുണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൊടുത്ത് നാം അവന് വേണ്ടി കാത്തിരിക്കുക. ആ സമയത്ത് തന്നെ കർത്താവ് നമുക്കത് ഒരുക്കി തരും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരാളും നശിച്ചു പോകുകയില്ല. അവര് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നല്ലൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാ മഹത്വം ഈശോയ്ക്ക്. നന്ദി.